വോട്ട് മോഷണത്തിനെതിരായ രാഹുൽ ഗാന്ധിയുടെ വോട്ടറാധികാര യാത്ര മൂന്നാം ദിവസം വലിയ ജനപിന്തുണയാണ് രാഹുലിന്റെ യാത്രയ്ക്ക് ബീഹാറിൽ ലഭിക്കുന്നത്. വസീർഗഞ്ചിലെ പുനാവയിൽ നിന്നാണ് ഇന്ന് യാത്ര തുടങ്ങിയത്. PR അരവിന്ദ് വിവരവുമായി ചേരുന്നു. അരവിന്ദ് ഇപ്പോൾ എവിടെയാണുള്ളത്? യാത്രയോടൊപ്പം ഉണ്ടോ? അജിത്, എന്തായാലും രാഹുൽ ഗാന്ധിയുടെ വോട്ടറാധികാര യാത്ര ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുകയാണ്. വസീർഗഞ്ചിൽ നിന്നാണ് ഈ യാത്ര ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. യാത്ര ഇപ്പോൾ നേരെ പോകുന്നത് ദ്വാർബിംഗ എന്ന സ്ഥലത്തേക്കാണ്. അവിടെയാണ് ഇന്ന് സമാപനമുള്ളത്. അതിനു മുമ്പ് തന്നെ 2 പൊതുസമ്മേളനങ്ങളെ രാഹുൽ ഗാന്ധി അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ട്. കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഉയർത്തിയ ആരോപണങ്ങൾ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ തന്നെയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. രാഹുലിനൊപ്പം RJD നേതാവ് തേജസ്വി യാദവും CPML ജനറൽ സെക്രട്ടറി ദീപാങ്കർ ഭട്ടാചാര്യയും അദ്ദേഹത്തിന്റെ ഒപ്പമുണ്ട്. ആ നേതാക്കൾ ഇന്ന് ഉച്ചയ്ക്കോടുകൂടി മാധ്യമങ്ങളെ കാണുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളടക്കം ശക്തമായ വിമർശനം. കാരണം രാഹുൽ ഉയർത്തിയ ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയെങ്കിലും തന്റെ ആരോപണങ്ങൾ അതുപോലെ ബന്ധപ്പെട്ട തെളിവുകളടക്കം ഉയർത്തി ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങുവാൻ തന്നെയാണ് രാഹുൽ ഗാന്ധി തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ പിന്തുണയും രാഹുലിന് ലഭിക്കുന്നുണ്ട്. ഇന്നലെ രാഹുലിന് ജനങ്ങൾക്കിടയിലും വലിയ പിന്തുണയാണ് ലഭിച്ചത്. ഗ്രാമമേഖലയിലൂടെയായിരുന്നു ഇന്നലത്തെ യാത്ര. വലിയ ജനക്കൂട്ടം രാഹുലിനെ കാത്തുനിന്നിരുന്നു. സ്ത്രീകളും കുട്ടികളും യുവാക്കളും അടക്കമുള്ളവർ മണിക്കൂറുകളോളമാണ് രാഹുൽ ഗാന്ധിയെ കാത്തുനിന്നത്. ഇന്നും സമാനമായ കാഴ്ചകൾ തന്നെയാണ് ബീഹാറിൽ നിന്ന് ഇപ്പോൾ കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നവാഡയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് രാഹുലിന്റെ യാത്ര പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തുറന്ന ജീപ്പിലാണ് രാഹുലിന്റെ ഇന്നത്തെ യാത്ര. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ വിമർശനം. കാരണം ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു രാഷ്ട്രീയ പാർട്ടി നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ തടിച്ചുകൂടിയ ജനങ്ങളിൽ കൂടുതലും യുവാക്കളാണ് എന്നുള്ളതാണ്. അതെ അജിത്, കാരണം RJD നേതാവ് തേജസ്വി യാദവും രാഹുലിനൊപ്പം ഈ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. കാരണം രാഹുൽ ഗാന്ധി നമുക്കറിയാം, തേജസ്വി യാദവിന് ബീഹാറിൽ വലിയ രീതിയിൽ യുവാക്കൾക്കിടയിൽ സ്വീകാര്യതയുള്ള നേതാവാണ്. പ്രധാനമായും തെരഞ്ഞെടുപ്പെടുക്കുമ്പോൾ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ തൊഴിലില്ലായ്മ ബീഹാറിൽ വലിയ രീതിയിൽ ഒരു പ്രശ്നമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇക്കാര്യങ്ങൾ തേജസ്വി യാദവ് മുൻപും പലതവണ ഉയർത്തിയിരുന്നു. അക്കാര്യങ്ങളും ഈ റാലിയിൽ തേജസ്വി യാദവ് രാഹുൽ ഈ വോട്ട് ക്രമക്കേടും അതുപോലെ തന്നെ ബീഹാറിലെ തീവ്ര പരിഷ്കരണം അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തുമ്പോൾ യുവാക്കളുടെ പ്രശ്നങ്ങൾ കൂടി അഡ്രസ് ചെയ്ത് തന്നെയാണ് ഇന്ത്യ സഖ്യം മുന്നോട്ട് പോകുന്നത്. ഈ റാലികളിലും പൊതുസമ്മേളനങ്ങളിലടക്കം തൊഴിലില്ലായ്മ എന്ന പ്രശ്നം കൃത്യമായി തേജസ്വി യാദവ് ഉയർത്തുന്നത്. അപ്പോൾ യുവാക്കൾക്കിടയിൽ നിന്നും ഈ വോട്ടർ അധികാര യാത്രയ്ക്ക് വലിയ പിന്തുണ ലഭിക്കുന്നത്. കാരണം ഈ വർഷം അവസാനം ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ബീഹാറിൽ ഏറിയ പങ്കും യുവാക്കൾ ആണ് ഉള്ളത്. വോട്ട് കൂടുതൽ അവർക്കാണ്. അപ്പോൾ അവരുടെ പിന്തുണ കൂടി ഈ യാത്രയുടെ ഉറപ്പാക്കുവാൻ തന്നെയാണ് ഇന്ത്യ സഖ്യം പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതിനോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരവധി തവണ ബീഹാറിൽ എത്തിയിരുന്നു. പഹൽഗാം ഭീകരാക്രമണം നടന്ന് അതിന് പിന്നാലെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സർവകക്ഷി യോഗം നടക്കുന്ന സമയത്ത് പോലും പ്രധാനമന്ത്രി ബീഹാറിലെത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തിയിരുന്നു. അപ്പോൾ അതിനെ മറികടക്കുക, അതോടൊപ്പം തന്നെ യുവാക്കളുടെയും അതുപോലെ തന്നെ മറ്റു വിഭാഗക്കാരുടെയും വോട്ട് കൂടി ഉറപ്പിക്കുക എന്ന് തന്നെയാണ് ഇന്ത്യ സഖ്യം ഈ യാത്രയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് ക്രമക്കേട്, കാരണം കൃത്യമായ തെളിവുകൾ എന്താണ് യഥാർത്ഥത്തിൽ ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തു വരുത്തുന്ന കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ തന്നെയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും യാത്ര പുരോഗമിക്കുന്നു. ബീഹാറിൽ നിന്ന് വലിയ പിന്തുണ തന്നെയാണ് രാഹുലിനും അതുപോലെ തന്നെ രാഹുലിന്റെ ഒപ്പമുള്ള ഇന്ത്യ സഖ്യ നേതാക്കൾക്കും ലഭിക്കുന്നത്. ശരി, PR അരവിന്ദാണ് ബീഹാറിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.